Okay. So we are discussing with the two variable CAMAP, right? So അതിൽ ക്യാമാപ്പിന്റെ മാപ്പിംഗ് എങ്ങനെ ടു വേരിയബിൾ ക്യാമപ്പ് SOP ഫോം ആണെങ്കിൽ POS ഫോം ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സെൽ ഡെസിഗ്നേഷൻ വരുന്നത്, അതേപോലെ വാരിയബിൾസ് മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നെക്സ്റ്റ് അതിന്റെ ഗ്രൂപ്പാണ് പറയുന്നത്, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം നോട്ട് ചെയ്തിരുന്നോ? That is so for SOP we can give A, B, 0, 1, 0, 1. This for SOP this indicates A bar and this is A, this is B bar and this is B. And decimal notation 0, 1, 2, 3. Okay. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. Now grouping mechanism ഒന്ന് നോക്കുക. It is if you have entries like this. So how will you group? നിങ്ങൾക്ക് adjacent cells ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ഫസ്റ്റ് പോസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഓഫ് 4, then ഗ്രൂപ്പ് ഓഫ് 2. Okay. So here you can make group of 2 like this. And this indicates പറഞ്ഞ അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? ഈ ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? ഈ ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? നീഹ പറഞ്ഞേ. നീഹ നീഹ പ്രസന്റ് ആണോ? പറ, ആൻസർ പറ. ഈ ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു. ജ്യോതിഷ് പറഞ്ഞേ. ജ്യോതിഷ്. ഇതിന്റെ എക്സ്പ്രഷൻ എന്താ വരുക ഇപ്പൊ ഈ ഗ്രൂപ്പ് ചെയ്തേക്കുന്നതിന്റെ? ബി. ദെൻ നെക്സ്റ്റ് പോസിബിലിറ്റി എന്താ ഗ്രൂപ്പ് ചെയ്യുന്നത്? നെക്സ്റ്റ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു? ഈ വണ്ണിനെ, അതായത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എല്ലാ വണ്ണിനെയും SOP ഫോമിലാണെങ്കിൽ എല്ലാ വണ്ണും ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ. ഇനി നിങ്ങൾക്ക് മോർ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരിക്കലും ഗ്രൂപ്പ് ചെയ്തത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. സോ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ദിസ് വിൽ ബി A and our function will be equal to എന്താ? A plus B. Sum of product terms ആണ്. Okay. This will be A plus B. മനസ്സിലായോ? ഇനി ഇതേപോലെ POS ആണെങ്കിൽ how will you group? Next is our we can see one example for POS. This in product of sum form.
Here, as you know, in POS, 0 indicates A, 1 indicates A bar. Similarly, here 0 indicates B, 1 indicates B bar. Okay. And if you have entries, നമുക്ക് particular function അല്ലെങ്കിൽ truth table വെച്ചിട്ട് you can enter the values. If my values are like this. Okay. നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറയാലോ. നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂസ് ഇങ്ങനെയാണെന്ന് വെച്ചോ. Then how will you group and how will you name the expression? Okay, so we can see here in POS you have to make group zeros. In SOP you are grouping 1. In POS you have to group zeros. Okay, കാരണം SOP യൂസിൽ എഴുതുമ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിളിലും സീറോ ഔട്ട്പുട്ട് ഉള്ള കേസാണ് കൺസിഡർ ചെയ്യുന്നത് ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പൊ POSിലാണെങ്കിൽ യു ഹാവ് ടു ഗ്രൂപ്പ് സീറോസ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. In POS you are grouping zeros. Okay, and how can you grouping rules same ആണ്. Here we are grouping like this. These both zeros can be made one group, and this name, this will be what? B bar. Here also our rule same ആണ്, but ഇവിടെ 1 ആണ്. That is non-varying variable is B and B is equal to 1. That indicates in POS it is B bar. Okay, SOP number the B എടുത്ത് POS number that will be B bar. Then next you have to group this 0 also. Okay, so you can include this 0 with this, and this will be what? A equal to 0, right? A is not varying throughout this row and the value of A is constant, that is equal to 0. It indicates A. So in POS form I can express this function. These are actually sum terms. Single variable ആണ്, but it is actually sum terms, and you have to express in product of sum terms. That is, you have to take the product of these terms. This will be the answer for this case. Okay. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? അതായത് 2 variable CAMAPന്റെ കേസിൽ SOP POS, how to map the values into CAMAP and how to group and how to write the expressions. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay, now let's see the 3 variable CAMAP. 2 variable അധികം കേസിലൊന്നും വരില്ല, നമുക്ക് മെയിൻലി 3ഉം 4ഉം variables ആണ് കൂടുതൽ വരുന്നത്. Okay, so let's see the 3 variable CAMAP. ശ്രദ്ധിക്കണേ, ഇതിനകത്ത് സെല്ലിന്റെ ഡെസിഗ്നേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് നോക്കുക. So coming to the 3 variable CAMAP. Okay, so a 3 variable function means you can have 2 raised to 3, that is 8 possible combinations. If you are using a 3 variable function, there will be 8 combinations are possible, right? Okay, and you know that designation in SOP and POS. നമ്മൾ canonical എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട് ആ 8 possible combinations both in SOP and POS. അറിയാലോ. ഇനി how to arrange these combinations in a 3 variable CAMAP. Okay, that's also SOP formula, POS formula എങ്ങനെ arrange ചെയ്യും. So here, according to corresponding to these 8 possible combinations, you will be having 8 cells in the 3 variable CAMAP. Okay, so note that point, 8 cells that we can arrange in 2 ways, that is 2 rows and 4 columns or 4 rows and columns. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. Okay, so I am using this technique, that is I am using 2 rows and 4 columns to constitute 8 cells. So for a 3 variable CAMAP, I can use 8 cells. Okay, 3 variable means there will be 2 raised to 3, 8 possible combinations are there. So correspondingly, in order to represent all the 8 combinations, you require 8 cells. Okay, so these are the 8 cells. And now
we can see the cell designations. So for that, for a three variable function, we can say the function is, or the variables are ABC. Okay, we are considering a function consisting of variable ABC. Variable ABC XYZ എന്ത് വേണമെങ്കിലും ആവാട്ടോ. So here we have two rows. Okay, so we have two rows. We can take one variable here. That is, I am taking A, and here we have four columns. So for columns, we can take the other two variables. That is B and C. Okay, that is, here row designation we have to consider the value of A. That is, for A, you can, the possibilities are two values. A can be either 0 or 1. Okay, and for this BC, here I am considering combination of these two variables B and C. Okay, so here I can write for BC, first possibility is both B and C are equal to 0. ശ്രദ്ധിക്കണേ എഴുതുന്നത്. So both B equal to 0 and C equal to 0. That is, B and C are equal to 0. That is 0, 0. Okay, and next combination is B equal to 0 and C equal to 1. That is 0, 1. Okay, and here you have to note next combination, നമ്മൾ binary order പറയുവാണെങ്കിൽ it is 1, 0, right? But in CAMAP ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, condition is that adjacent cell should vary in one bit position only. Okay, അതായത് നമ്മൾ നോർമലി ബൈനറി ഓർഡറിൽ എഴുതുമ്പോൾ 0, 0, 0, 1, 1, 0, 1, 1 ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് അല്ലെ 0, 1, 2, 3ക്കുള്ള ഓർഡർ പറയുന്നത്. ഓക്കെ, ബട്ട് നമ്മൾ ഇതിൽ ക്യാമാപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ 1, 1ഉം ഇവിടെ 1, 0 ആയിരിക്കും. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ക്യാമാപ്പിൽ പറയുന്നത് ഈ അഡ്ജസൻറ്റ് സെൽസ് തമ്മിൽ സിംഗിൾ ബിറ്റിന്റെ ഡിഫറൻസ് മാത്രമേ പാടുള്ളൂ. അതാണ് നമ്മുടെ അഡ്ജസൻറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ 0, 1ഉം 1, 0ഉം നോക്കിയാൽ ഇതിന്റെ ഫസ്റ്റ് ബിറ്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. സെക്കൻഡ് ബിറ്റും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ആക്ച്വലി ദീസ് ടു നമ്പേഴ്സ് ആർ ഡിഫേഴ്സ് ബൈ 2 പൊസിഷൻസ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ 1, 0ഉം 1, 1ഉം കമ്പയർ ചെയ്യുക. ഈ ഫസ്റ്റ് ബിറ്റ് എന്താ? സെയിം ആണ്. സെക്കൻഡ് ബിറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 0, 1ന് അഡ്ജസന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാ? 1, 1 ആണ്. മനസ്സിലായോ? ഈ അഡ്ജസന്റ് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ്, അഡ്ജസന്റ് ആണെങ്കിൽ എന്താണ്? സിംഗിൾ ബിറ്റ് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്ജസൻസി. ഓക്കെ, സോ ക്യാമാപ്പിൽ എപ്പോഴും നമ്മൾ അഡ്ജസന്റ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വരക്കുമ്പോൾ കാണുന്ന അടുത്തടുത്തുള്ള സെൽസ് അത് തമ്മിൽ എന്താ ഉണ്ടാവാൻ പാടുള്ളൂ? സിംഗിൾ ബിറ്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഈസ് 0, 0. ഹിയർ യു ക്യാൻ സീ 0, 1. സിംഗിൾ ബിറ്റിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് 1, 1. നെക്സ്റ്റ് 1, 0 എഴുതാത്ത എന്താ? നെക്സ്റ്റ് 1, 0 ആണെങ്കിൽ നമ്മൾ 0, 1ഉം 1, 0ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 2 ബിറ്റ്സ്, അല്ലെങ്കിൽ 2 ബിറ്റ് പൊസിഷനും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല 0, 1 and 1, 0 ആർ നോട്ട് അഡ്ജസന്റ്. അതുകൊണ്ട് അഡ്ജസന്റ് സെൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 0, 1ഉം 1, 0ഉം യൂസ് ചെയ്യൂല. സോ നെക്സ്റ്റ് എന്താ വരുക? ദിസ് ഇസ് 1, 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് 1, 0. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് ശ്രദ്ധിക്കണം, നമ്മൾ ബൈനറി ഓർഡറിൽ എഴുതി പോകരുത്. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാമാപ്പ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നൗ coming to the binary combination. ഞാനിപ്പോ SOPന്റെ കേസ് ആണ് പറയുന്നത്. Here we are considering SOP. So SOP ആണെങ്കിൽ I can say A equal to 0. That can be represented as A bar. Okay, and here A equal to 1, which can be represented as A. Okay, and here 0, 0. That is B equal to 0, C equal to 0. And we are considering SOP form, that is product terms. So I can write here B bar into C bar. Okay, then here this will be B bar into C. SOP ആയതുകൊണ്ടാണ്. Then
it will be BC and this become BC bar. Okay, so ഇതാണ് അതിന്റെ വാരിയബിൾ റെപ്രസെന്റേഷൻ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ കോമ്പിനേഷനും പോസിബിലിറ്റീസ് എഴുതിക്കോ. പിന്നെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ വേണ്ടാത്തത് നോക്കിയിട്ട് ഒഴിവാക്കിയത്. ഇതെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, ഇതൊക്കെ എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, നൗ കം ടു ദ സെൽ. നമുക്ക് സെല്ലിലുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് നോക്കിക്കേ നിങ്ങൾ. ABC അതാണ് നമ്മൾ എടുക്കുന്ന ഓർഡർ. ആ ഓർഡർ തന്നെ റീഡ് ചെയ്യാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ഓർഡർ ഒന്ന് അതേപോലെ തന്നെ എടുക്കുക. സാധാരണ നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ ABC ആ ഓർഡറിൽ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴും ആ സെയിം ഓർഡറിൽ റീഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് A equal to 0, B equal to 0, C equal to 0. Okay, so I am writing like this: A equal to 0, B equal to 0, C equal to 0. Or I can write in terms of this variables, that is a function of this variables. How can I write? This indicates the function, Boolean X function, A bar into B bar into C bar. Right? And for the next cell, A equal to 0, B equal to 0, and C equal to 1. Okay. Or we can write it is D bar. Sorry, just say that. It is A bar, B bar, C. Okay. Then next, this will be A equal to 0, B equal to 1, C equal to 1. Okay. Then what will be the Boolean function? This is A bar, B, C. Okay. Then next, A equal to 0, B equal to 1, C equal to 0. Okay. Or in terms of variable, you can write A bar, B, C bar. ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈ സെല്ലിൽ എന്താ വരിക? അൻസ് പറഞ്ഞ്. മൈക്ക് ഓൺ ചെയ്ത് പറ. അനസ്, നെക്സ്റ്റ് ഈ സെല്ലിൽ എന്താ വരിക? ഞാൻ പറ. അനസ് പറഞ്ഞ. ഈ സെല്ലിൽ എന്താ വരിക? ബൈനറി കോമ്പിനേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷനും ഒന്ന് പറഞ്ഞു. 100. 100. Then correspondingly Boolean expression എന്ത് വരും? A, B bar, C bar. A, B bar, C bar. Okay. Next സെല്ല് സന പറഞ്ഞ. നെക്സ്റ്റ് സെല്ല് എന്താ വരുക? വേഗം പറ. 101. 101. Then corresponding expression A, B bar, C. A, B bar, C. Next, Ashwant. Ashwant. 111. 111. Boolean expression എന്ത് വരും അവിടെ? Boolean expression ABC. then last signed
പറഞ്ഞോ. ലാസ്റ്റ് സെല്ലിൽ എന്താ വരും? ഇവിടെ എന്താ വരുവാ? 110. 110. Then expression AB C dash. AB C bar. Okay. Then one more thing. ഇപ്പൊ ഇതുപോലെയാണ് ഓരോ സെല്ലിന്റെയും ബൈനറി കോമ്പിനേഷൻ കറസ്പോണ്ടിങ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ വരുന്നത്. ഇനി ഇതിന്റെ ഡെസിമൽ ഡെസിഗ്നേഷനും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. കൈലാസ് ഒന്ന് പറഞ്ഞ്, ഈ 00 എന്ന് പറഞ്ഞ നമ്പർ എത്രയാ ഡെസിമലില്? കൈലാസ്. കൈലാസ് പ്രസന്റ് ആണോ? വിളിക്കുമ്പോ മിണ്ടാത്താക്കൊന്നും അറ്റൻഡൻസ് ഇല്ലേ? അനുഗ്രഹ്. ഒന്ന് പറഞ്ഞ ഇതിന്റെ ഓരോന്നിന്റെ ഡെസിമൽ വാല്യൂ. ഇവിടെ എന്താ വരിക? 000 എന്ന് പറഞ്ഞാൽ 0. കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 0. ഹിയർ 1. The next 3. 3. Then 2. 2. Here 4. 4. 5. 5. 7. 7. 6. 6. ഓക്കെ. അപ്പൊ ഇതൊരു കാര്യം നോട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് മിൻ ടേംസിന്റെ സമ്മായിട്ടൊക്കെ തന്നാൽ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിമൽ ഡെസിഗ്നേഷൻ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഡെസിമൽ ഡെസിഗ്നേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കണം. നമ്മൾ അഡ്ജസ്റ്റന്റ് സെൽസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഹിയർ ഓർഡർ വിൽ ബി ലൈക്ക് ദിസ്: 0, 1, then 2 is here. Okay, then 3. അതേപോലെ 4, 5, 6 and 7 is here. ഓക്കെ. ഒരേ ഓർഡറിൽ എഴുതി പോകരുത്, ഇങ്ങനെയാണെന്നൊന്ന് ഓർക്കുക. ഓക്കെ. നൗ ഇതാണ് SOPന്റെ കേസ്. സിമിലർലി ഫോർ POS, how can you write? So next consider POS. Next 3 variable K-map കൂടെ വരച്ചോ. And we can write the case for POS. Cell address ഒക്കെ നേരത്തെ പറഞ്ഞ 00, 01, 11, 10. Okay. And now coming to the expression, how will you write in POS? If it is in POS, that 0 should be represented as A and 1 A bar. Then here you can see B equal to 0, C equal to 0. That is, you can use B and C, and also that should be in sum form. Okay, product of sum ആണ്. So terms ഇതുപോലെ sum ആയിട്ട് express ചെയ്യണം. Okay, so B plus C. Here this will be B plus C bar, and here B bar plus C bar, and this will be B bar plus C. Okay, then the expressions, that is, this is 0, 0, 0. We can write this will be A plus B plus C. Okay. The next 0, 0, 1 A plus
B plus C bar. And here 0, 1, 1, that will be A plus B bar plus C bar. And here 0, 1, 0, that is A plus B bar plus C. And this will be 1, 0, 0, that is A bar plus B plus C. And 1, 0, 1, A bar plus B plus C bar. Then 1, 1, 1, A bar plus B bar plus C bar. And finally 1, 1, 0, A bar plus B bar plus C. Okay. So decimal designation, this will be 0, 1, and here 2, 3, 4, 5, 6, and 7. So, clear ആണോ? 3 variable CAM മാപ്പിന്റെ ഡെസിഗ്നേഷൻസ്. സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറയാം. അതിനകത്ത് നിങ്ങൾ ഓരോ സെല്ലിന്റെയും ബൈനറി വാല്യൂ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ മിൻ ടേംസ് എങ്ങനെയാണ്, മാക്സ് ടേംസ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Now, നമുക്ക് ഇതിന്റെ മിനിമൈസേഷൻ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തേക്ക് മാപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വേരിയബിളിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ SOP ആണെങ്കിൽ ഇതുപോലെ മിൻ ടേംസ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇങ്ങനെ മിൻ ടേംസ് തന്നു വെച്ചോ, എന്ത് ചെയ്യും നിങ്ങൾ ഈ 0, 1, 2, 3 നമ്മുടെ ഡെസിമൽ ഡെസിഗ്നേഷൻ ആണ്. ആ 0, 1, 2, 3 എന്നുള്ള സെല്ലിലേക്ക് എന്ത് ചെയ്യും, 1 എൻ്റർ ചെയ്യും, ബാക്കിയെല്ലാം 0 എൻ്റർ ചെയ്യും. ഓക്കെ. ഇൻ കേസ് ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ 0 to 4, 6ലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, 0s എൻ്റർ ചെയ്യും, ബാക്കിയെല്ലാം 1 എൻ്റർ ചെയ്യും. ദാറ്റ് ഈസ് ദ മാപ്പിംഗ് ടെക്നിക്. നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാം, മാപ്പിംഗ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ മാപ്പിംഗ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണെന്ന് ഓർക്കുക. 2 വേരിയബിളിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ SOPയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതേപോലെ തന്നിരിക്കുന്ന മിൻ ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എൻ്റർ ചെയ്യാം, ബാക്കിയെല്ലാം 0s കൊടുക്കുക. POS ആണെങ്കിൽ മാക്സ് ടേംസിന് 0 കൊടുക്കുക, ബാക്കിയെല്ലാം 1 കൊടുക്കുക. ഓക്കെ. ദെൻ പാർട്ട് that is minimization. So coming to the minimization part, മിനിമൈസേഷന്റെ റൂൾസ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. അതായത് നമുക്ക് മിനിമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യണം. SOP ആണെങ്കിൽ യു ഹാവ് ടു ഗ്രൂപ്പ് വൺസ്, POS ആണെങ്കിൽ സീറോസിനെ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ. ഇനി how many cells can be included in a single group? Okay. So here നമുക്ക് എത്രയുള്ളത്, 8 cells ഉള്ളത്. മാക്സിമം ലാർജസ്റ്റ് പോസിബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 8 ആണ്. Then next possibility group of 4, then group of 2, then finally individual, അതായത് സിംഗിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. ഓക്കെ. സോ നമുക്ക് SOPന്റെ കേസാണ് പറയുന്നത്. SOPന്റെ കേസിലുള്ള മിനിമൈസേഷൻ റൂൾസ് നോക്കാം.
Okay. So this is our SOP. So first possibility is group of 8. That is when all the entries are 1. നമ്മുടെ 2 വേരിയബിളിന്റെ കേസിൽ പറഞ്ഞതുപോലെ എല്ലാ എൻട്രീസും 1 ആണെങ്കിൽ you can make this into a single group. അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോസിബിൾ ആണ് എല്ലാ എൻട്രീസും 1 ആണെങ്കിൽ. ഓക്കെ, then you can write the expression corresponding to this group as എന്തായിരുന്നു? കംപ്ലീറ്റ് 1 ആണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? This will be equal to നിങ്ങളോട് ഇന്നലെ ഞാൻ ക്ലാസ്സിന് പറഞ്ഞതാണ് 2 വേരിയബിളിന്റെ കേസ് മര്യാദയ്ക്ക് നോക്കിയിട്ട് വരണം ഇന്നെന്ന്, അല്ലേ? എന്താ വരുക 2 വേരിയബിളിന്റെ കേസിൽ ഇങ്ങനെ കംപ്ലീറ്റ് 1 ആകുമ്പോ എന്താ പറഞ്ഞ? എന്താ വാല്യൂ? ഫംഗ്ഷൻ വാല്യൂ ലാർജസ്റ്റ് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് 8 കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് 8 ദെൻ ഗ്രൂപ്പ് ഓഫ് 4 ഗ്രൂപ്പ് ഓഫ് 2 ഓർ ഗ്രൂപ്പ് ഓഫ് 1. ഇതാണ് നമ്മുടെ 3 വേരിയബിൾ ക്യാമത്തിന്റെ പോസിബിലിറ്റീസ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് 4. ഓർക്കുക, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഡയഗണൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റന്റ് സെൽസിനെ മാത്രം അല്ല ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഒരു പോസിബിലിറ്റി ഞാൻ ഇവിടെ എഴുതാം. ഇത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആൻഡ് എക്സ്പ്രഷൻ എന്തായിരിക്കും ഇതിന്റെ? ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ആ ഗ്രൂപ്പിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എന്തായിരിക്കും വരുക? നമുക്ക് ത്രൂ ഔട്ട് ദ ഗ്രൂപ്പ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വേരിയബിൾ ഏതാ? എ ബാർ. കറക്റ്റ്. സോ ദിസ് വിൽ ബി എ ബാർ. ഓക്കെ, അതായത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത് നമുക്കിപ്പം ഈ ടൈമില് നമ്മുടെ ഇത് കംപ്ലീറ്റ് സീറോസ് ആയിരിക്കണേ. ഇത് കംപ്ലീറ്റ് സീറോസ് വന്ന് അവിടെ കംപ്ലീറ്റ് 1 വന്നു. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് സീറോസ് അല്ലെങ്കിലും ഇടയ്ക്ക് 1 വന്നാൽ കുഴപ്പമില്ല. ഈ ഒരു ഗ്രൂപ്പിന് എന്താണ്? ദിസ് ഈസ് എ ബാർ, അല്ലെ? ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോസിബിൾ ആണ്. അതേപോലെ സെക്കൻഡ് റോയിലാണ് ഇതേപോലെ കംപ്ലീറ്റ് 1 വന്നതെങ്കിൽ എന്ത് വരും? ദാറ്റ് വിൽ ബി എ. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ പോസിബിലിറ്റി. ദെൻ നെക്സ്റ്റ് ഒരു കേസ് നമുക്ക് ഇതുപോലെ വന്നാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസന്റ് സെൽസ് 4ന്റെ ഗ്രൂപ്പ് ആക്കാൻ പറ്റും. ഇതുപോലെ 4 വൺസ് വരുവാണെങ്കിൽ യു ക്യാൻ മേക്ക് എ ഗ്രൂപ്പ് ലൈക്ക് ദിസ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഗ്രൂപ്പ് വരുന്നതെങ്കിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ്. തെറ്റിപ്പോയ സാരില്ല. നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? ഇപ്പൊ ഞാൻ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഈ ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒന്നാം ഗ്രൂപ്പിൽ നോക്കിക്കേ. ആ ഒരു ഗ്രൂപ്പിൽ ത്രൂ ഔട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാ സെൽസും നോക്കിക്കഴിഞ്ഞാല് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാരിയബിൾ ഏതാ? എ കോൺസ്റ്റന്റ് ആണോ?
അല്ലല്ലോ, എ ഇവിടെ 0 ആണ് വരുന്നത്. ഈ രണ്ട് സെൽസിൽ 0 ആണ്, ഈ രണ്ട് സെൽസിൽ 1 ആണ്. അപ്പൊ എ കോൺസ്റ്റന്റ് അല്ല. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ബി നോക്കിക്കേ. ബി ബാർ കറക്റ്റ് ആണല്ലേ. അപ്പൊ ബി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ബി ഈക്വൽ ടു 0 ആണ്, ഇവിടെയും ബി ഈക്വൽ ടു 0 ആണ്. അതായത് 4 സെൽസിലും എന്താ ബി ഈക്വൽ ടു 0 ആണ് അല്ലെ. ഇവിടെ ബി ഈക്വൽ ടു 0, ഇവിടെയും ബി ഈക്വൽ ടു 0. ഇനി സി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ സിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്യുന്ന വാരിയബിൾസ് ഒഴിവാക്കുക, ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന വാരിയബിൾ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ ഏതാ വരുന്നത്, ബി ആണ്. ദാറ്റ്സ് ഓൾസോ ബി ഈക്വൽ ടു 0 ആണ്. സോ യു ക്യാൻ റെപ്രസെന്റ് ദിസ് ആസ് ബി ബാർ. ഓക്കെ. സിമിലർലി ഇവിടെ ആയിരുന്നെങ്കിലോ നെക്സ്റ്റ് 4 വരാം അല്ലെ. അതായത് നമുക്ക് ഇങ്ങനെ വരാം. നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്തേക്കണേ. എല്ലാ കേസും ഒന്ന് നോട്ട് ചെയ്യണം. That is 1 1. ഓക്കെ. ഇങ്ങനെയാണ് ഗ്രൂപ്പ് വന്നതെങ്കിലോ ഇതിനെങ്ങനെ നെയിം ചെയ്യാം? ഓക്കെ, ഇതും അഡ്ജസന്റ് സെൽസിൽ 1 ആണ്. യു ക്യാൻ മേക്ക് ഗ്രൂപ്പ് ഓഫ് 4. ഓക്കെ. ദെൻ ഇതിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? എന്താ വരിക? സി. കറക്റ്റ്. ഓക്കെ. അതേപോലെ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു കേസും കൂടെ വരും. ഈ ലാസ്റ്റ് 4 സെൽസിൽ വരാം. ഓക്കെ. ലാസ്റ്റ് 4 സെൽസിൽ വരുവാണെങ്കിൽ എന്ത് വരും? ഈ ലാസ്റ്റ് 4 സെൽസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എന്തായിരിക്കും? ബി. ഓക്കെ. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അതാണ് വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കേസ് പറയാനുള്ളത്, ഇതല്ലാതെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് 4 വേറൊരു കേസും കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ പെട്ടെന്ന് തന്നെ. ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരുന്ന ഇതുപോലത്തെ അഡ്ജസ്റ്റൻസ് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് if my entries are like this. ഇങ്ങനെ വന്നാലോ ഗ്രൂപ്പ് ഓഫ് 4 പോസിബിൾ ആണോ? നോക്ക്, നമ്മൾ അഡ്ജസന്റ് സെല്ലിന്റെ കൺസെപ്റ്റ് പറഞ്ഞത് അഡ്ജസന്റ് സെൽസ് ആണെങ്കിൽ ഒരു ബിറ്റ് മാത്രമേ വേരിയേഷൻ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നിങ്ങൾ ഈ സെൽ അഡ്രസ് നോക്ക്. ദിസ് ഈസ് 1 0. ഓക്കെ. ഇവിടെ എന്താ വരുന്നത്? ഇത് 0 0 ആണ്. അപ്പൊ ആക്ച്വലി നമുക്ക് ഈ ക്യാമാപ്പ് നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചിന്തിച്ചാല് ആക്ച്വലി എന്താണ്, ഇതും അഡ്ജസന്റ് സെൽസ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ആക്കാം. ആക്ച്വലി ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നോക്കുക. അഡ്ജസന്റ് സെൽസ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? അഡ്ജസന്റ് സെൽസ് എന്ന് പറയണമെങ്കിൽ അതിന്റെ ഈ വാരിയബിൾ, അതായത് നമ്മുടെ ബൈനറി കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഒരു ബിറ്റിന്റെ ഡിഫറൻസേ വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു സിംഗിൾ ബിറ്റിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. 0 0 1 0 നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പൊസിഷൻ സെയിം ആണ്. ഫസ്റ്റ് പൊസിഷൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ. അപ്പൊ അതെന്താണ്? അഡ്ജസന്റ് ആണ്. ഓർ നിങ്ങൾ ആ ക്യാമാപ്പ് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ 4 എന്താണ്? അഡ്ജസന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഓർക്കുക, ബാക്കിയുള്ള നമ്മൾ കംപ്ലീറ്റ് റൗണ്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ട് സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആവുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതിന്റെ മീനിങ് എന്താ? ഇത് ഈ 4 വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കി റെപ്രസെന്റ് ചെയ്യാം. ദെൻ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? സി ബാർ. ഗുഡ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 3 വേരിയബിൾ ക്യാമാപ്പിന്റെ കേസിലുള്ള ഗ്രൂപ്പ് ഓഫ് 4ന്റെ പോസിബിലിറ്റീസ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് 8ന് ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. ഗ്രൂപ്പ് ഓഫ് 4ന് നമുക്ക് ഇപ്പൊ പറഞ്ഞ ഡിഫറെന്റ് പോസിബിലിറ്റീസ്. ഈ ഒരു കേസ് മറന്നു പോകാണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ. ഇത് നിങ്ങൾ 2 2 ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്വേഷൻ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാതെ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 4 ആക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറേയും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ഒരു കേസും ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
ദെൻ നെക്സ്റ്റ് ടുവിന്റെ കോമ്പിനേഷൻ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ക്യാമാപ്പിന്റെ 2 വേരിയബിളിന്റെയും 3 വേരിയബിൾ